Father, I praise you. Jesus, my Lord, I love you. Holy Spirit, I thank you. Holy Trinity, I love you. കുഞ്ഞാറ്റെ ഇറങ്ങിയിട്ടുണ്ട് കുടിച്ചില്ലേ ഇത് നോക്കിയേ, ഇതെന്താ? ഇത് പ്ലാവ്. ഇത് വലുതാവുമ്പോഴാണ് എന്തുണ്ടാവുക? ചക്ക ഉണ്ടാവുക അല്ലേ? ചക്ക ഉണ്ടാമോ? കുഞ്ഞിന് മനസ്സിലായ? മനസ്സിലായ? പിന്നെ ഇവിടെ കാണാനായിട്ട് ഇതറിയില്ലേ? ഇതെന്താ? ഇതെന്താന്ന് പറഞ്ഞേ? ഇതാ ഇത് പറയ്. അറിയോ? മോൾക്കറിയോ? ഇതെന്താ? ഏത്? അതെന്തിന്റെ മര? വെരി ഗുഡ്, അടക്കാമരം അല്ലേ? ഓക്കെ. പിന്നെ ഇതെന്താ? ഇത് അല്ല, കൈപ്പയ്ക്ക. കൈപ്പയ്ക്ക. പിന്നെ ഒരു ചെടി കാണിച്ചു തരാം. ഇതെന്താന്ന് നോക്കിയേ. ഇതെന്ത് ഇലയാന്നറിയോ? ഇതറിയോ? ദന്തപ്പാല എന്ന് പറയും. ദന്തപ്പാല അതെന്തിനാ ഉപയോഗിക്കുന്നേ? ദന്തപ്പാല എന്തിനാ ഉപയോഗിക്കുന്നേ? വെളിച്ചെണ്ണ. തന്നെ, വെളിച്ചെണ്ണ കാച്ചും നമ്മള് അല്ലേ? കാച്ചിട്ട് അത് ഈ സൊറിയാസിസ് പോലത്തെ രോഗങ്ങൾ അറിയാം. ഇവിടെയൊക്കെ വെള്ളപ്പാണ്ട് അതിനൊക്കെ അതെങ്ങനെ ഉണ്ടാക്കുന്നേ? അത് സൊറിയാസിസ് അല്ല. അല്ല, ഇവിടേക്ക് ഇങ്ങനെ ചൊറി പോലെയൊക്കെ വന്ന് ഇതെങ്ങനെ ചെയ്യുന്ന വെച്ചാല് ഇത് വെളിച്ചെണ്ണയിലിടും. വെറുതെ പറിക്കുമ്പോ അതിലൊരു ചറം പോലെ ഉണ്ട്. കണ്ടതേ? ഇത് കണ്ട? ഇത് പോവാൻ പാടില്ല. ഇത് പോവാണ്ട് പശ അതോടുകൂടി വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് വെയിലത്ത് വെക്കണം. അങ്ങനെ 9 ദിവസം. എന്നുവെച്ചാൽ 9 ദിവസം ഇതിങ്ങനെ കരിയും. വെയിലത്ത് നിന്നിട്ട് ആ വെളിച്ചെണ്ണ എന്ത് നിറാവും? വയലറ്റ് നിറാവും. അതെടുത്തിട്ടാണ് നമ്മള് എണ്ണ കാച്ച. എണ്ണ തേക്കണം. കാച്ചാൻ പാടില്ല, മേത്ത് തേക്കുന്നത്. ശ്രുതി കണ്ട? കുക്കുംബറിന്റെ ജ്യൂസ്. ഇതൊക്കെ ഇവർക്ക് ഏതൊക്കെയാ ചെടി ഇവർക്കറിയാം, മോൾക്കറിയാം. ഇന്നലെ ഏതൊക്കെ ചെടി എന്ന് പറയും. പറഞ്ഞേ, ഇതേതാ? ചെടി ഇതേതാ? എന്റെ പേര് പറയും. വഴുതനങ്ങ. ഇത് വാ കുഞ്ഞു വാ. ഇതെന്താ? ഇതേതാ ചെടി? ഏതാ? വഴുതനങ്ങ. പറയ്. വഴുതനങ്ങ പറയ്. പറഞ്ഞേ, എന്താന്ന് പറഞ്ഞത്? പറയ്. ഇത് ഏതാ? ഓക്കെ. പിന്നെ അതാ? തക്കാളി. ഇത് കോളിഫ്ലവർ ആണോ മറ്റാണോ? കോളിഫ്ലവർ അല്ലേ? ഓക്കെ. ഇന്നൊക്കെ അങ്ങോട്ട് പോവാം. പിന്നെ അത് പറഞ്ഞില്ല. അത് പറയും. ചേമ്പന്ന് താളുകറി വെച്ചില്ലേ? അത് ഉണ്ടാ? വാഴക്കൂമ്പ് ഇത് നമുക്ക് കറി വെക്കാം. തരാം, വിത്ത് തരാം. ഇത് വാഴക്കൂമ്പ്. അത് പോവും. ഇത് വെച്ച് കറി കഴിച്ചിട്ടുണ്ടോ?
വാഴക്കൂമ്പെന്നല്ലേ പറയാ, ഞാൻ വാഴക്കൂമ്പെന്നാണ്. അല്ല ചിലര് വേറെ എന്തൊക്കെയോ പോയ. ചേച്ചിയുടെ വീട് ഇവിടെ ഒന്നല്ലേ? അല്ല, എന്റെ വീട് എറണാകുളം. കല്യാണം കഴിച്ചും കൂടെ കൊണ്ടുവന്നത്. നമ്മളിവിടെ വാഴക്കൊമ്പം തന്നെ പറയാ. അവിടെ കൊടപ്പൻ. വാഴക്കൊടപ്പെന്നും പറയും. കൊടപ്പൻ എന്ന് പറയാ. അത് തന്നെ. അങ്ങനെ ഇവിടെ അധികം എന്താന്ന് പറഞ്ഞേ? ചെമ്പരത്തി ഗുണം എന്തൊക്കെയാ? ചെമ്പരത്തി അരച്ചിട്ട് എന്തിനാ തേക്കുന്നേ? ഓക്കെ, വെരി ഗുഡ്. പിന്നെ എന്താ ചെയ്യാ? പിന്നെ അറിയാം ആർക്കെങ്കിലും ചെമ്പരത്തിയുടെ ഗുണം? വെളിച്ചെണ്ണ കാച്ചും അല്ലെ, താളി ഉണ്ടാക്കും. പിന്നെന്താ? പിന്നെ ഇത് നമ്മള് വെള്ളത്തിലിട്ട് തെളിപ്പിക്കും. അപ്പൊ എന്താ സംഭവിക്ക? ആ വെള്ളത്തിന് ഈ നിറം വരും. എന്നിട്ട് നമ്മൾക്കത് ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് തേനൊഴിച്ച് കുടിക്കാം. കുടിക്കുമ്പോ എന്താ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക? പോഷകമല്ല, നല്ല ബ്ലഡ് ഉണ്ടാവാൻ നല്ലതാ. മുത്തള് ഇതാ, ഇത് ഇലകളല്ലേ? അത് തന്നെ. പേരെനിക്കറിയില്ല കേട്ടോ. ഇതിന്റെ പേര് സർപ്പപ്പോള. നല്ല അത് തന്നെ, നല്ലോണ്ട് ഓക്സിജൻ, നന്നായിട്ട് ഓക്സിജൻ ഉണ്ടാവും. പിന്നെ ഇതറിയാലോ, ഇത് ആമ്പല്. ഇല്ല, മാറ്റട മീനിട്ടിട്ടുണ്ടായില്ല. അത് ആമ്പല്. അതിന്റെ മൊത്തം എന്താ? ആമ്പല്. മീൻ കണ്ട കുഞ്ഞു കുഞ്ഞു. ഇത് ആമ്പല്. ആമ്പലാണിത്. മുട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഇതിന്റെ വെച്ചാല് ഇതിന്റെ ഇല കണ്ടോ? ഇലയുടെ നടുവിലൊരു വി പോലെ. അതേസമയം ലോട്ടസിന് അങ്ങനെ വെട്ടുണ്ടാവില്ല. വെട്ട് അതങ്ങനെയാണ് അതിൻ്റെ. അതാണ് ചങ്ങലം പരണ്ട. പോവാ നമുക്ക്. എന്നിട്ട് കണ്ട ആരള്ള പിന്നെ നോക്കിയേ, നമ്മളെങ്ങനെ ചെടി നടുക നോക്കിയേ. ആദ്യം കുഴി എടുത്തിട്ട് എന്താണ് പച്ചക്കപ്പൊടി ഇടും. എന്നിട്ട് നമ്മളിത് കുറച്ച്, ഇതേതാ മണ്ണിര കമ്പോസ്റ്റ് ഇല്ലേ, അത് കുറച്ച് വളം ഇടും. ഇങ്ങനെ വളം ഇടും. പിന്നെ ഇത് നമ്മളുടെ ചകിരിച്ചോറ് എന്ന് പറയും, അറിയാല്ലേ? ചകിരിച്ചോറ് കണ്ട, ഇതിടും. ഇത് കുറച്ചുകൂടെ ഒന്ന് വെള്ളമൊഴിക്കും. വെള്ളമൊഴിച്ചിട്ട് നമ്മള് എന്താ മുരിങ്ങയുടെ ഈ പ്ലാസ്റ്റിക് മാറ്റി വാ. മാറ്റി എന്താ? ഇല്ല, അവര് യാത്ര പോയി. ഇനി നമ്മള് ഇങ്ങനെ എന്താ മണ്ണിടും. പിന്നെ നമ്മള് ചെടി നടുമ്പോ എപ്പോഴും അത് സൂര്യപ്രകാശം ഉള്ളിടത്തുനിന്ന്. വാഴ ഇപ്പൊ പോകും, അപ്പൊ സൂര്യപ്രകാശം നന്നായിട്ട് കണ്ട. നമ്മളിനി അത് വലുതായി വരുന്നനുസരിച്ച് മണ്ണിട്ട് കൊടുക്കും. മണ്ണിട്ട് കൊടുക്കണം. കണ്ട മൂടണം. ഇതൊക്കെ കണ്ട, ഇതൊക്കെ ഇവര് ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു. നോക്കിയേ, ദേ വെണ്ടയ്ക്കൊക്കെ നിക്കുന്ന നോക്കിയേ, കണ്ട. ഇതെന്താന്ന് നോക്കിയേ, ഇതിൽ നിന്ന് എന്താ ഉണ്ടാവണേ? കുമ്പള. പൊട്ടിക്കണോണ്ട് കുഴപ്പമില്ല.
അതെ ഇതാ നീ നോക്കിയേ, ഇതെന്താ നോക്കിയേ, മോൾക്കറിയാം ഇതെന്താ? ആ ചോളം ഉണ്ട്, അത് ചീത്ത കേടായി തുടങ്ങി, ഉണ്ടായിട്ടുണ്ട്. പൊതിച്ചോളം പൊതിച്ചോളം ഇതൊക്കെ ടീച്ചർ ഇവിടെ കൊണ്ടെന്ന് വെച്ചു. ഞാനൊക്കെ വീട്ടിലുണ്ടായിരുന്നു. നമ്മുടെ അഴീക്കോട് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ചോളം വലിയതായിരുന്നു. പിന്നെ അങ്ങേറ്റത്ത് കരിമ്പുണ്ട്, കരിമ്പ് കരിമ്പ് അങ്ങേറ്റം അവിടെ. ഇത് മത്തയുടെ തൈ. ജീവിക്കണ്ടേ? പറിച്ചു വെക്കണ്ടേ? പറിച്ചു വെക്കണം, പറിച്ചു വെക്കണം. അത് 2 ദിവസമായാലും ഇത് ഞാൻ കെട്ടിയിട്ടേ. ചോളം ഇതിന്റെ വേലക്ക് അതന്നെ ചോളം. ഈശ്വര ഇനി പുഴുവിനെ കണ്ടത് ഇതിന്റെ നാര് ഇട്ട് തിളപ്പിച്ച് കുടിക്കണം, നല്ലതാ. നല്ലതാന്ന്, അത് ലിവറിന് നല്ലതാ. ഇതേതാ ഇതേതാ? വെണ്ടക്ക. വെണ്ടക്ക അറിയില്ലേ മോള്? വെയിലത്തുനിന്ന് മാറിയുന്നോ? ലേഡീസ് ഫിംഗർ ഉണ്ടാ? വെണ്ടക്ക അതിന്റെ ചെടിയൊക്കെ കണ്ടിട്ടുണ്ടാ? ഇല്ല അല്ലേ? ഇതാണ്. കല്ലു കണ്ടിട്ടുണ്ടോ? കല്ലുവിന്റെ അമ്മമ്മക്ക് കൃഷിയുണ്ട് നന്നായിട്ട്. നമുക്ക് പോവാം, അപ്പുറത്തേക്കൊക്കെ പോവാം, കുഴപ്പമില്ല. അപ്പൊ ഇതാണ് ഉണ്ടാ ലേഡീസ് ഫിംഗർ. ഇത് കണ്ട, നമ്മൾ ഇതിന്റെ കുരുവാണ് നടുന്നത്. ഇതിന്റെ ഉള്ളില് ഇത് നന്നായി ഉണങ്ങൂലേ? ഉണങ്ങി കഴിയുമ്പോ ഒരു കറുത്ത കുരു ഉണ്ടാവും. ആ കുരു നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് അത് മുളയ്ക്കൂലേ? മുളച്ച് വലുതായി കഴിയുമ്പോ ഇതേപോലെ തൈകൾ ഉണ്ടാവും. ഇതുണ്ട്, ഇതെല്ലാം തൈകളാ ഉണ്ടാ. ഈ തൈകള് നമ്മൾ നട്ടിട്ട് അതിന് നന്നായിട്ട് കുറച്ച് വലുതായി കഴിയുമ്പോൾ നമുക്ക് വളം കൊടുക്കും. വളം നന്നായിട്ട് കഴിയുമ്പോ കുറെ കഴിയുമ്പോ ഇങ്ങനെ വരും. മുളപ്പിക്കുന്ന നമ്മള് പിന്നെ ആദ്യം നടണേന് മുന്നേ ഞാൻ എങ്ങനെയാ വെച്ചാൽ തലേദിവസം ഒന്ന് കഞ്ഞിവെള്ളത്തിലിടും. അപ്പം കുറച്ച് സ്റ്റാർച്ചൊക്കെ കിട്ടുമല്ലോ. അതുകൊണ്ടൊന്ന് ഇതേപോലെ നനഞ്ഞ മണ്ണില് ആദ്യം നമ്മൾ പച്ചക്കൊക്കെ പൊടിയിട്ട് അതിന്റെ മുകളില് ഇത് മണ്ണിട്ടിട്ട് അതിലിത് നടും. നട്ട് കഴിയുമ്പോ അതിങ്ങനെ തൈ വെച്ച് പിന്നെ നമ്മള് ഒന്ന് വലുതായി കഴിയുമ്പോ അതില് ഇടക്ക് വളം എന്ന് വെച്ചാൽ ഞാൻ കൊടുക്കുന്ന വെച്ചാൽ ഇങ്ങനെ പച്ചക്കറി വേസ്റ്റ് കൊടുക്കും. പിന്നെ മുട്ടത്തൊണ്ട് ഉണ്ടെങ്കിൽ അത് പൊടിച്ചിട്ട് കൊടുക്കും. അങ്ങനെ. പിന്നെ ഇത് കുമ്പളത്തിന്റെ തൈയാണിത്. ഇതിങ്ങനെ വന്നിതുപോലെ തന്നെ കുമ്പളത്തിന്റെ തൈ. പിന്നെ അതേപോലെ ഇത് പയറാണിത്. പയറ് ഇതുപോലെ ഞാൻ പച്ചക്കക്കപ്പൊടിയും ഇട്ടിട്ട് മറ്റേ ഇതില്ലേ അതില് വെർമി കമ്പോസ്റ്റ് അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചോളം ഉണ്ടായി കുറച്ചായി. ഇത് പറിക്കണത് ചോളം. ഇത് പയറ് ചിലയിടത്ത് മണ്ടിരി വരുന്നുണ്ട്. പക്ഷെ ഈ പച്ചക്കക്കപ്പൊടിയൊക്കെ ഇട്ട് വരുമ്പോ ഇവിടെ വലിയ കുഴപ്പമില്ല. അതില് പിന്നെ കടൽ വെള്ളവും ഇരട്ടി ഇങ്ങനെ 1 ലിറ്ററിന് 30 ലിറ്റർ വെള്ളം ഒഴിച്ച് ഡൈലൂട്ടാക്കി ഒഴിക്കുമ്പോഴും കുറച്ച് പ്രതിരോധ ശക്തി കാണുന്നുണ്ട് ഞാൻ. വലിയ കുഴപ്പം. ഇത് ചീര അറിയില്ലേ? ഇത് മത്തങ്ങയുടെ ഇത് മുളച്ചതാ. തൈ വേണമെങ്കിൽ തരാട്ടെ ഞാൻ. അത് തരാം, കുഴപ്പമൊന്നുമില്ല. തൈ തരാം. മത്തങ്ങയുടെ ഉണ്ട്. പിന്നെ എൻ്റെ വെണ്ടയുടെ ഒക്കെ ഞാൻ തരാം. പിന്നെ ഇത് അറിയോ? ഇതാണ് ചെങ്ങലമ്പരണ്ട. നല്ല കാൽസ്യ. നമ്മുടെ എല്ലിനൊക്കെ ഇതൊക്കെ പൊടിച്ചിട്ട് നമ്മൾ ചമ്മന്തിപ്പൊടി ഇല്ലേ, നാളികേരമൊക്കെ ഇട്ട് വറുത്ത് ഈ തണ്ട് ഒന്ന് വഴറ്റണം കേട്ടോ. കാരണം വെച്ചാല് ഇത് എനിക്ക് ഒരു വൈദ്യശാലയിൽ ചോദിച്ചപ്പോ തന്നതാണ്. ഞാൻ കൊണ്ടുവന്ന് നട്ട് അവിടെ ഇവിടെയൊക്കെ മുളച്ചിട്ടുണ്ട്. ഇത് നമ്മള് നാളികേരം വറുക്കുമ്പോ ഇതൊന്ന് വാട്ടണം, അല്ലെങ്കിൽ ചൊറിയും. അത് നല്ല കാൽസ്യം അത്. പിന്നെ ഇത് പയറ്
കുറേശ്ശെ ഉണ്ടായി പറിക്കണം. കഴിച്ചോ, പറിക്കാം. പറിക്കാം, കുഴപ്പമില്ല. പിടിച്ചോ. പിന്നെ ഇത് കരിമ്പ് ഇപ്പൊ നട്ട് ഒരു ഇതായിട്ടുള്ളൂ. കരിമ്പ് കണ്ട, കരിമ്പ് എന്ന് പറഞ്ഞാല് ഇത് മുളച്ച് വരുന്നുള്ളൂ. നോക്കിയേ, ഞാനിവിടെ ഇതിങ്ങനെ കിടത്തി നട്ടിരിക്കുക. അപ്പൊ ഇതിന്റെ മുളച്ച് വരണുണ്ട്. ഇതിന് വലുതായി, നല്ല വലുതായി കഴിഞ്ഞിട്ട് ഇത് വണ്ണം വെക്കും. ഈ ഭാഗം എന്താ നന്നായിട്ട് വണ്ണം വെക്കും. കടയിലിരിക്കണ കരിമ്പ്, അത് കോല് പോലത്തെ ഷുഗർ കെയിൻ അറിയില്ലേ, അത്. ഇതിന്നെ വലുതായിട്ട് ഇവിടെ വണ്ണം വെക്കും, നല്ല ഉയരം വെക്കും. ഇത്രയും നമ്മള് ഉത്സവത്തിനൊക്കെ കണ്ടിട്ടില്ലേ, ഉത്സവത്തിനൊക്കെ ആൾക്കാർ വിൽക്കണത് ഇപ്പൊ എല്ലായിടത്തും ഉണ്ട് കരിമ്പിൻ ജ്യൂസ്. നമ്മളത് എടുക്കും. ഇനിയിപ്പോ ഉത്സവമൊക്കെ വരും. ഈ കൊല്ലം വന്നിട്ടുള്ളൂ തോന്നല്ലേ, ഗൾഫിൽ നിന്ന് ഈ കൊല്ലം വന്നതാ. അതാ കുട്ടിക്ക് അറിയാത്ത. അതറിയാത്ത. ഇനിയിപ്പോ വരും, ഇപ്പൊ ഉത്സവത്തിന്റെ ടൈമായി. അപ്പൊ കാണാൻ പറ്റേ. പിന്നെ മുരിങ്ങല, അത് നോക്കിയ മോളെ, മുരിങ്ങല വേണ്ട, മുരിങ്ങ ഡ്രം സ്റ്റിക്ക് അതൊക്കെ അവിടെ കിട്ടില്ല, ഗൾഫിൽ കിട്ടില്ല. മുരിങ്ങാക്കായ, അതന്നെ മുരിങ്ങാക്കായ കിട്ടുന്നതാണിത്. ഇത് മുരിങ്ങല ഇപ്പൊ ഉണ്ടായി തുടങ്ങുന്നതല്ല, ഇപ്പൊ ടൈമായി ഉണ്ടാവാനുള്ള. ഇതൊക്കെ എന്താ നല്ല കാൽസ്യാണ്. പിടിച്ചോ. പിന്നെ ഇത് നമ്മൾ അവക്കാഡോ എന്ന് അറിയില്ലേ, അവക്കാഡോന്റെ കുരു നട്ടതാ ഞാൻ. എത്രയായി ഉണ്ടാവും. പിന്നെ അത് നന്നായിട്ട് നമ്മള് വളമൊക്കെ ഇട്ട് കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. ചെയ്ത് നോക്കണേ. കഴിച്ചാ നല്ലതല്ലേ അവക്കാഡോ? പറഞ്ഞത് കുറഞ്ഞു.